1981 കഴിഞ്ഞ ദിവസം ഗോസ്പയെ കണ്ട കുട്ടികളെല്ലാം ഇന്ന് അവരുടെ വയലുകളിൽ തങ്ങളുടേതായ ജോലികളിൽ ഏർപ്പെട്ടു പോന്നു. പക്ഷേ അവർക്ക് തലേദിവസം ഗോസ്പയെ കണ്ട സ്ഥലത്തേക്ക് തിരികെ പോകണം എന്ന് മനസ്സിൽ ശക്തമായ പ്രേരണ ഉടലെടുത്തു. പ്രത്യേകിച്ച് ഇവാങ്കയ്ക്കും മിറിയാനയ്ക്കും വിസ്കയ്ക്കും. അതേക്കുറിച്ച് മിറിയാന പറയുന്നു, തിരിച്ച് അവിടെ പോകണമെന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു പ്രേരണ അനുഭവപ്പെടാൻ തുടങ്ങി. വിചിത്രമെന്ന് പറയട്ടെ, മറ്റുള്ളവർക്കും അതേ സമയത്ത് അങ്ങനെ തന്നെ അനുഭവപ്പെട്ടു. ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ തന്നെ ഒരേ സമയത്ത് അവിടെ തിരികെ ചെല്ലണം എന്ന ആഗ്രഹം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണർത്തി. പക്ഷേ മിൽക്കയുടെ അമ്മ അവളെ ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് അന്നേ ദിവസം അങ്ങോട്ട് പോകുവാൻ സാധിച്ചില്ല. പക്ഷെ മിൽക്കയുടെ മുതിർന്ന സഹോദരി 16 വയസ്സുള്ള മരിയ നടന്ന സംഭവമെല്ലാം അറിഞ്ഞപ്പോൾ, ഇനി നിങ്ങൾ മഡോണയെ കാണാൻ പോകുന്നെങ്കിൽ എന്നെയും വിളിക്കണം എന്ന് പറഞ്ഞു വച്ചിരുന്നു. എനിക്ക് ഗോസ്പയെ കാണണം എന്നൊന്നും ഇല്ല, പക്ഷേ അവിടെ എനിക്ക് വരണം എന്ന ആഗ്രഹമുണ്ട് എന്നാണ് മരിയ പറഞ്ഞത്. ഇതേ ആഗ്രഹം തന്നെയാണ് 10 വയസ്സുള്ള യാക്കോവ് പ്രകടിപ്പിച്ചത്. കുഞ്ഞു യാക്കോവ് അത് മഡോണയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ലോകത്ത് എന്തിനേക്കാൾ അധികമായി എനിക്ക് ഗോസ്പയെ കാണണം എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞു യാക്കോവിനെയും അവർ കൂടെ കൂട്ടി. അങ്ങനെ ദ 6 വിഷണറീസ് ഓഫ് മെഡ്ജുഗോറിയ അന്ന് രൂപം കൊണ്ടു. ഇവാങ്ക, മറിയാന, വിസ്ക, മറിയ, ഇവാൻ, യാക്കോവ്. കുട്ടികൾ കുന്നിൻ ചെരുവിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ ഏതാനും മുതിർന്നവരും മറ്റു കുട്ടികളും അവരോടൊപ്പം കൂടി. കുന്നിനടുത്തുള്ള റോഡിൽ അവർ എത്തിയപ്പോൾ പരിശുദ്ധ അമ്മ കുന്നിൻ മുകളിലേക്ക് കയറി വരുവാൻ അവരോട് പറയുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. ഫാദർ വ്ലാസിക്കിന് വിസ്ക കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്രകാരം പറയുന്നു, വൈകുന്നേരം ഏകദേശം 6 മണിയായിരുന്നു. മിറിയാനയും ഞാനും പരസ്പരം സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇവാങ്ക ഞങ്ങളുടെ മുന്നിലായിരുന്നു നടന്നിരുന്നത്. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ദാ നോക്കൂ മഡോണ എന്ന് ഉറക്കെ പറഞ്ഞു. അവളാണ് ആദ്യം കണ്ടത്. ഇവാങ്ക കാണിച്ചു തന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ മഡോണയെ ഞങ്ങളും കണ്ടു. വൈകുന്നേരമായി തുടങ്ങിയെങ്കിലും അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഞാൻ വ്യക്തമായി തന്നെ മഡോണയെ കണ്ടു. മുഖവും കണ്ണുകളും മുടിയും ഉടുപ്പും എല്ലാം ഞാൻ കണ്ടു. ഞാൻ വേഗം മരിയായോടും യാക്കോവിനോടും വേഗം വരുവാനായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുന്നിൻ മുകളിലേക്ക് വരുവാൻ അമ്മ ആവശ്യപ്പെട്ടു. താഴെ നിന്ന് നോക്കുമ്പോൾ അധികം ദൂരം തോന്നിയില്ലെങ്കിലും നല്ല ദൂരം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഡോണയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. വഴിയൊന്നും ഞങ്ങൾ നോക്കിയില്ല. കാലുകൾ നിലത്ത് കുത്തുന്നുണ്ടായിരുന്നോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കുന്നിൻ മുകളിലെത്തി. ഞങ്ങളെ ആരോ കൈപിടിച്ച് വായുവിലൂടെ വലിച്ചെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാലിൽ ചെരുപ്പില്ലായിരുന്നെങ്കിലും മുള്ളുകളൊന്നും ഞങ്ങളുടെ കാലിൽ കൊണ്ടില്ല. മഡോണയുടെ അടുത്തെത്താറായപ്പോൾ ഏകദേശം 2 മീറ്റർ അകലെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ ശക്തമായി തള്ളി ഞങ്ങളുടെ മുട്ടിന്മേൽ ഞങ്ങൾ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. യാക്കോവ് ഒരു മുൾച്ചെടിയുടെ മുകളിലാണ് വന്ന് മുട്ടിൽ വന്ന് വീണത്. പക്ഷേ അവന് ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഇവാങ്കയാണ് ആദ്യം ഗോസ്പയോട് സംസാരിച്ചത്. ഇവാങ്കയുടെ സ്വന്തം അമ്മ 2 മാസം മുൻപ് മരണപ്പെട്ടിരുന്നു. ഇവാങ്ക തൻ്റെ അമ്മയെപ്പറ്റിയാണ് മഡോണയോട് ചോദിച്ചത്. ഇവാങ്കയുടെ അമ്മ തന്നോടൊപ്പമുണ്ടെന്നും അമ്മയോർത്ത് ഇവാങ്ക ഇനി ആകുലപ്പെടേണ്ടതില്ല എന്നുമാണ് മഡോണ ഉത്തരം കൊടുത്തത്. അപ്പോൾ മിറിയാന അമ്മയോട് ആവലത്തിപ്പെട്ടു, പരിശുദ്ധ അമ്മേ, തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരും ഞങ്ങളെ വിശ്വസിക്കുകയില്ല. ഞങ്ങൾക്ക് ഭ്രാന്താണെന്നേ അവർ പറയൂ. അമ്മ ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. ഏകദേശം 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ 7 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഉരുവിടുവാൻ തുടങ്ങി. വേറെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം പരിശുദ്ധ അമ്മ ഞങ്ങളോട് 7 സ്വർഗസ്ഥനായ പിതാവോ 7 നന്മ നിറഞ്ഞ മറിയം 7 ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് അത് സമാധാന കൊന്ത എന്ന് അറിയപ്പെടാൻ തുടങ്ങി.
മഡോണ പോകുന്ന നേരം ഞങ്ങളെ നോക്കി ദൈവത്തിൻ്റെ സമാധാനത്തിൽ പോയിക്കൊള്ളുക എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ടാണ് കുന്നിറങ്ങി വന്നത്. കുട്ടികളെ അനുഗമിച്ചവർ കുട്ടികൾ മല കയറി പോകുന്ന വേഗത കണ്ട് അമ്പരന്നു. അവർക്ക് അവരോടൊപ്പം എത്തിപ്പെടാൻ തന്നെ പ്രയാസമായിരുന്നു. എങ്ങനെയാണ് ഇത്ര വേഗം കുഞ്ഞുങ്ങൾ മലമുകളിൽ എത്തിയത് എന്നത് പോലും അവർക്കറിവില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ തിരികെ കരഞ്ഞുകൊണ്ട് വരുന്നതും രണ്ടാം ദിവസത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മിൽക്കയുടെയും മരിയായുടെയും അയൽവാസിയായ മാരിൻ കോക്ക് ഇതെല്ലാം ഇടവ വികാരിയെ അറിയിക്കണമെന്നുള്ള അഭിപ്രായമുണ്ടായി. വിവരം പറയാൻ ചെന്നപ്പോൾ ഇടവ വികാരി സ്ഥലത്തില്ലായിരുന്നു. സഹവികാരിക്കാണെങ്കിൽ ഇതിൽ ഇടപെടാനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മാരിങ്കോ തന്നെ കുട്ടികളോട് വിശുദ്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. ഇവാങ്കയും മിൽക്കയോടും മറിയായോടും മാരിൻ കോക്ക് നന്നായി അറിയാമായിരുന്നു. അവർ നല്ല കുട്ടികളാണെന്നും വെറുതെ പുലഭ്യം പറയുന്നവരല്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എല്ലാ രാത്രിയിലും സുഖമില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സഹായിക്കാൻ അവർ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവരെ വിശ്വസിക്കാതിരിക്കാൻ അദ്ദേഹത്തിനായില്ല. അങ്ങനെ മെഡ്ജുഗോറിയ പ്രത്യക്ഷീകരണത്തിൻ്റെ രണ്ടാം ദിവസവും അവസാനിച്ചു. 6 വിഷണറീസ് ഓഫ് മെഡ്ജുഗോറിയ അന്നാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ജൂൺ 25 ആ ലേഡി ക്വീൻ ഓഫ് പീസ് എന്ന തിരുനാൾ മെഡ്ജുഗോറിയയിലും ഇന്ന് ലോകമെമ്പാടും ആചരിക്കുന്നു. ആവേ മരിയ.